ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ലില്ലിക്കുട്ടി ആൻറ്റിയുടെ ഒരു മെസ്സേജ് ആ ഗ്രൂപ്പിൽ കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. കാര്യം ലില്ലിക്കുട്ടി ആൻറ്റി എന്നെ പറ്റി പറഞ്ഞ വാക്കുകൾക്ക് നന്ദി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ദൈവമേ, ഇത്രയൊക്കെ ഞാൻ ആയോ? ഒരിക്കലും ആയിട്ടില്ല. കൃപയാൽ ദൈവം തൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. അതിൽ കവിഞ്ഞ് എനിക്ക് പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. ഐ ഗീവ് ഓൾ ദ ഗ്ലോറി ആൻഡ് ഓണർ ടു ഗോഡ്. കാര്യം ദൈവത്തിൻ്റെ വചനം അത് വിടുവിക്കുന്ന വചനമാണ്, അത് സൗഖ്യമാക്കുന്ന വചനമാണ്. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ തൻ്റെ വചനം അയച്ച് അവരെ കുഴികളിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പം അത് വചനത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ ഇരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവവചനം നമ്മുടെ നടുവിൽ വ്യാപരിക്കും. അതിന് സംശയമൊന്നുമില്ല, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ ഇനിയും വെളിപ്പെട്ട് വരട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ച സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്. അത് ഞാൻ കണ്ടത് എൻ്റെ പിതാവിൽ നിന്നാണ്. എൻ്റെ പിതാവ് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു കാര്യം പുള്ളി എസ് എന്ന് പറഞ്ഞാൽ അത് നോ ആക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. എങ്കിൽ പുള്ളി അത് നോ എന്ന് പറയത്തുമില്ല. പുള്ളി ഒരു കാര്യം നോ എന്ന് പറഞ്ഞാൽ അത് എസ് ആക്കാൻ ആർക്കും പറ്റത്തുമില്ല. പുള്ളിയും അത് എസ് എന്ന് പറയത്തില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. പക്ഷേ ദൈവവചനം കേട്ടാൽ കൊച്ചു പിള്ളേരിരുന്ന് കരയുന്നത് പോലെ പൊട്ടി പൊട്ടി കരയും. ചില സമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, നെടുമ്പാട് വീണ് കിടന്ന് താൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം തൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുമ്പോൾ നാണക്കേടാ. അപ്പൻ ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കും. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ ഇതിൻ്റെ ഒരു അനുഗ്രഹം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയിലും എൻ്റെ കൂട്ടു സഹോദരങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതെവിടെയാണ്, എങ്ങനെയാണ്, ആരെടുത്തിരിക്കുന്നു, അത് ഭർത്താവാണോ, ഭാര്യയാണോ, കുഞ്ഞുങ്ങളാണോ, സഹോദരങ്ങളാണോ, ആര് എന്നൊരിക്കലും നമ്മൾ നോക്കരുത്. ഇത് നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്ന് തോന്നിയാൽ അവിടെ നമ്മളെ സമർപ്പിച്ചോണം. അത് നെടുമ്പാട് വീണമെങ്കിൽ വീണോണം, ഏറ്റു പറയണമെങ്കിൽ ഏറ്റു പറയണം, മുഴങ്കാൽ ഇരിക്കണമെങ്കിൽ മുഴങ്കാലിൽ ഇരിക്കണം. ഇനിയും മനസ്താപമാണ് വരുന്നതെങ്കിൽ കരയണം, ഏറ്റു പറയേണ്ടതാണെങ്കിൽ ഏറ്റു പറയണം. അങ്ങനെയാണ് ദൈവവചനം ഏറ്റെടുക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇന്ന് ഈ കേട്ട വചനമൊക്കെ ഒന്നുകൂടെ ഒന്ന് ധ്യാനിച്ച് വൈകുന്നേരം ഒന്നിരുന്ന് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കാമെന്ന്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ നല്ല മെസ്സേജ് ആയിരിക്കും പിന്നീട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ കേട്ടത് എന്തോ ചെയ്യും? പിന്നീട് അങ്ങ് പോകും. പിന്നെ ഇതുപോലൊക്കെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തുമില്ല. അതുകൊണ്ട് എപ്പോൾ ദൈവവചനം കേട്ടാലും, അത് ആരിലൂടെ നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞാലും, ഇനിയും ദൈവവചനം വായിക്കുന്ന സമയത്ത് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഇടപെട്ടാലും അനുഗ്രഹം പ്രാപിക്കണം. ആ നിമിഷം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ച സമർപ്പിച്ചേക്കണം. അത് ആര്, എവിടെ, എങ്ങനെ, അതൊക്കെ വേറെ വിഷയം. കാര്യം നമ്മുടെ ദൈവത്തിന് അതൊന്നും ഒരു വിഷയമല്ല. ഇത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ ഒരിക്കൽ കൂടെ എന്നെ തന്നെ താഴ്ത്തുന്നു. നമുക്ക് നമ്മളെ തന്നെ താഴ്ച സമർപ്പിക്കാം. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് 12-ാം അധ്യായമാണ്. 11-ാം അധ്യായം നമ്മൾ കണ്ടു. 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊരു ഐക്യതയെ പറ്റി കണ്ടു. ആ ഐക്യത നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം കഴിഞ്ഞ നമ്മുടെ 1 ഇയർ ആകുന്ന ആ ഫങ്ഷന് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ഇത് കേൾക്കാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അന്ന് ഇല്ലാത്ത ആരെങ്കിലും? ടിമ്മി ബ്രദർ ഇല്ലായിരുന്നു. ആമസരി കേൾക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതോ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട്? ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ തുഷാരം സിസ്റ്റർ ഇല്ലായിരുന്നു, അജയ് ഇല്ലായിരുന്നു. ഓക്കെ എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ അതൊന്ന് പറഞ്ഞു പോവാം. ഈ പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ജീവിതത്തിൻ്റെ
ഒരു അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണമാണ്. എൻ്റെ ജീവിതത്തോട് ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അനുഭവം കൂടാണ് ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ വിളിച്ചു, അല്ലേ? യെസ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. പക്ഷേ ഈ യാത്രയ്ക്ക് തുടക്കം അബ്രഹാം ആയിരുന്നില്ല. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ആയിരുന്നില്ല. അത് നമുക്കറിയണമെങ്കിൽ ആദ്യം അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് അറിയണം. അത് നമുക്ക് വായിച്ചു തുടങ്ങാം. 12-ാം അധ്യായം 1-ാം വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അത് ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വാക്കുകളിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ ഇപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുന്നത്. Then the Lord said to Abraham. അപ്പോൾ ദൈവം അബ്രഹാമിനോട്, ഈ അപ്പോൾ എന്ന വാക്ക് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതാണ് ഞാനന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. Then God said to Abraham. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ യാത്ര തുടങ്ങിയത് എവിടാണെന്ന് ചോദിച്ചാൽ 11-ാം അധ്യായം 27-ാം വാക്യമാണ്. ഒന്ന് വായിക്കാമോ? തേരഹിന്റെ വംശപരമ്പരയാണിത്. തേരഹ് അബ്രഹാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ നമുക്ക് അവിടെ നിന്ന് നിർത്തി ഒന്ന് പോവാം. തേരഹ് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ അപ്പനാണ്. അപ്പൊ തേരഹിന് 70 വയസ്സായപ്പോൾ എന്ന് പറഞ്ഞാണ് 26-ാമത്തെ വാക്യം തുടങ്ങുന്നത്. തനിക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു. 70 വയസ്സായപ്പോൾ തനിക്ക് 3 മക്കൾ. ഏറ്റവും മൂത്ത മകന്റെ പേരാണ് അബ്രഹാം. 2-ാമത്തെ മകന്റെ പേരാണ് നാഹോർ. 3-ാമത്തെ മകന്റെ പേരാണ് ഹാരാൻ. ഇനി വായിച്ചു വേണ്ടി 28-ാമത്തെ വാക്യം. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദേറുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുൻപേ മരിച്ചുപോയി. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെ ഏറ്റവും ഇളയ അനിയൻ. ഇവർ 3 പേരാണ്. ഏറ്റവും ഇളയ അനിയനായ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് തന്നെ എന്തോ ചെയ്തു? മരിച്ചുപോയി. ഇനിയും 29-ാമത്തെ വാക്യം. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. ഓക്കെ, ഇപ്പൊ നമ്മള് ഹാരാനിലെത്തി. ആരൊക്കെയാണിപ്പം? തേരഹിന് 3 മക്കൾ. ഏറ്റവും മൂത്ത മോൻ അബ്രഹാം. 2-ാമത്തെ മകന്റെ പേരാണ് നാഹോർ. 3-ാമത്തെ മകൻ ഹാരാൻ. താൻ മരിച്ചുപോയി, പക്ഷെ തനിക്കൊരു മോനുണ്ട്. ആ മകന്റെ പേരാണ് ആര്? ലോത്ത്. അപ്പോൾ ഇപ്പൊ അബ്രഹാമിന്റെ പിതാവായ തേരഹ് തൻ്റെ മൂത്ത മകനായ അബ്രഹാമിനെയും അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയെയും തൻ്റെ പൗത്രൻ കൊച്ചുമകനായ ലോത്തിനെയും ലോത്തിന്റെ ഭാര്യയെയും കൊണ്ട്, അല്ലെങ്കിൽ ലോത്തിനെയും കൊണ്ട് താൻ എങ്ങോട്ട് വരികയാണ്? കൽദേറുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ എന്തോ ചെയ്തു? പുറപ്പെട്ടു. അപ്പൊ ഇത് ആരുടെ വിളിയാണ്? ആരാണ് ഈ കനാൻ ദേശത്തേക്ക് പോകാനൊക്കെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കോമൺലി പറയുന്നൊരു പദമുണ്ട്. ആര്? അബ്രഹാം. അബ്രഹാം അല്ല, തേരഹ്. അബ്രഹാമിന്റെ പിതാവായ തേരഹ്. അങ്ങനെ ഇവര് കൽദേ പട്ടണമായ ഊരിൽ നിന്ന് ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. അവിടെ വെച്ച് ആരും മരിച്ചുപോയി? തേരഹ് മരിച്ചുപോയി. അബ്രഹാമിന്റെ പിതാവായ യാത്രയ്ക്ക് മുൻകൈ എടുത്ത, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച യാത്രയുടെ നേതാവ്, ലീഡർ എന്ന് പറയുന്ന തേരഹ് എന്തോ ചെയ്തു? അബ്രഹാമിന്റെ അപ്പനായ തേരഹ് മരിച്ചുപോയി.
മരിച്ചു പോയപ്പോൾ ഇനി എന്തോ യാത്ര തുടരണമോ അതോ വേണ്ടായോ, തിരിച്ചു പോണോ എന്നൊക്കെ ആർക്കൊരു ഡൗട്ട്, ഒരു ചെറിയൊരു ശങ്ക, ഒരു സംശയം. ആർക്ക്? അബ്രഹാമിന്. അബ്രഹാം ഇപ്പൊ വിചാരിക്കുവാണ്, ഇനി മുമ്പോട്ട് പോയാൽ എന്താണെന്ന് അറിയത്തില്ല, ഇതെവിടെ എത്തുമെന്ന് അറിയത്തില്ല, എങ്ങനെയായിത്തീരുമെന്ന് അറിയത്തില്ല. പക്ഷെ പിന്നിലോട്ട് പോയാൽ അവിടെ ആരുണ്ട്? അപ്പൻ്റെ ഭവനമുണ്ട്, അനിയനുണ്ട്, ചാർച്ചക്കാരുണ്ട്, ബന്ധുമുത്താദികളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി അടുത്തത് എന്തെന്നറിയാതെ ഇങ്ങനെ കൺഫ്യൂഷനിലായിരിക്കുന്ന, ഒരു സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്ന അബ്രഹാമിനോട് ആര് ഇടപെടുകയാണ്? ദൈവം. ദൈവം ഇടപെടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ വാക്യത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് നമുക്ക്. അപ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദെൻ ഗോഡ് സെഡ് ടു അബ്രഹാം. അപ്പോൾ അബ്രഹാമിനോട് എന്ത് പറഞ്ഞു? നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയിക്കൊള്ളുക. താൻ പകുതി വഴിയെത്തി. തിരിച്ചു പോയാൽ പിതാവിൻ്റെ ഭവനം, ചാർച്ചക്കാര്, ബന്ധുമിത്രാദികൾ. മുന്നിലോട്ട് പോയാൽ എന്താണെന്നറിയത്തില്ല. പക്ഷേ ഈ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട്, ബൈബിളിൻ്റെ ഭാഷയെ പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം ആ വിളി ജീവിതത്തിൽ ഏറ്റെടുത്തു. അബ്രഹാം ദൈവത്തിൻ്റെ വിളിക്ക് വിനയപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഒരു വിളി ദൈവത്തിൽ നിന്നുണ്ടോ? വിളി ഭയങ്കര അത്യാവശ്യം. വിളി ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വിളി ഭയങ്കര അത്യാവശ്യമാണ്. വിളി ഉണ്ടായിരിക്കണം. ഇപ്പം അബ്രഹാമിൻ്റെ ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ തേരഹിൻ്റെ കൂടെ പോകാമെന്നുള്ളായിരുന്നു അബ്രഹാമിൻ്റെ നിയോഗം. പക്ഷെ അതിനുശേഷം ദൈവം ആരെ വിളിച്ചു? അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ചിലപ്പോൾ അങ്ങനെ നമ്മളെ ദൈവം വിളിയുള്ള ഒരാടെ കൂടെ നിൽക്കാനായിരിക്കും കുറച്ച് നാളത്തേക്കിന്. ചിലപ്പോൾ നമുക്കൊരു സ്പെസിഫിക് വിളിയൊന്നും കാണത്തില്ല. ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ സെഷനിൽ നമ്മളിങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ സ്റ്റുഡൻസൊക്കെ ആയിട്ട്, പലരും എന്നെക്കാളൊക്കെ പ്രായത്തിലൊക്കെ മൂത്തതായിരിക്കും. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ മിനിസ്ട്രിയെ പറ്റിയൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട്, അറിയാനുള്ള ഇതുകൊണ്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങളെന്തിനാ ദൈവവചനം പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെന്തിനാ ദൈവവേലയ്ക്ക് ഇറങ്ങിയേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ദൈവവചനം പഠിക്കണം, പഠിക്കുന്ന വളരെ നന്നത്. മറ്റൊരാളോട് സുവിശേഷം പറയണം, അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ പലരും ദൈവവേലയ്ക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഇറങ്ങുന്ന അവസ്ഥയുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, അങ്ങനെ നിങ്ങളെ ഇറങ്ങാൻ പ്രേരിപ്പിച്ച കാര്യം എന്താ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേരണ? കാര്യം ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് തന്നെ ഒരു കൊച്ചു ബൈബിൾ കോളേജിൻ്റെ ടീച്ചറായിട്ടാണ്. അപ്പം ഞാൻ അന്ന്, അവരൊക്കെ എൻ്റെ പ്രായമുള്ളവരും എന്നേക്കാൾ മൂത്തവരൊക്കെയാണ് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചൊരു കാര്യം, ദൈവ വിളിയില്ലെങ്കിൽ ദൈവവേലയ്ക്ക് നമ്മൾ എന്ത് വരുന്നു? നമുക്ക് സുവിശേഷം പറയാം, സുവിശേഷം പറയാം, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വിളിയുണ്ടായിരിക്കണം. ഇപ്പം അബ്രഹാം തുടങ്ങിയത് തൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്ത, പക്ഷെ ഒരു സ്റ്റേജിൽ ഇനി എന്തെന്നറിയാത്ത സമയത്ത് ദൈവം തന്നെ വിളിച്ചു. ദൈവം തന്നോട് പറഞ്ഞു, അബ്രഹാമേ പോ. എങ്ങോട്ടെന്നറിയത്തില്ല, എന്തിനെന്നറിയത്തില്ല, ദൈവത്തിൻ്റെ വിളി താൻ കേട്ടു. കാര്യം അതിൻ്റെ പിന്നിലുള്ള കാരണം നമുക്ക് പറയാൻ കഴിയുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യം. യോശുവ 24:2.
അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഉം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ടു നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. ഉം. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസ്ഹാക്കിന് മതി. ഞാൻ ഇവിടെ പറയുകയാണ്, തന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. താൻ എങ്ങനെയുള്ളവനായിരുന്നു? വിഗ്രഹാരാധിയായ ഒരു മനുഷ്യൻ. ആര്? അബ്രഹാം. അബ്രഹാമിന്റെ ചരിത്രം എങ്ങനെ പറയുന്നത്? അവിടെ വെച്ച് ഒരു ദൈവിക ഇടപെടൽ ആർക്കുണ്ടായിരുന്നു എന്നാ പറയുന്നത്? അബ്രഹാമിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം. നെഹമ്യ 9:7. നെഹമ്യാവിന്റെ പുസ്തകം അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട്, ദൈവമായ യഹോവ നീ തന്നെ. കണ്ടോ? അവിടെ പറയുകയാണ്, തൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. ഇനിയും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിലൂടെ. ഇത് ഉള്ളത് തന്നെ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാനാനിൽ വന്ന് പാർക്കും മുൻപേ മെസപ്പൊത്തോമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇതെല്ലാം പറയുന്നത് അബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വപിതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. താൻ എവിടെയായിരുന്നു, താൻ എങ്ങനെയായിരുന്നു, തന്നെ ദൈവം വിളിക്കാനുള്ള കാരണമൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ അബ്രഹാമിൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വിളി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാനത് മനസ്സിലാക്കിയത്, നിങ്ങൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാതിരിക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഒരാളെ ജോലിക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മളെ ജോലിക്ക് വിളിച്ച് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഇരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്തോ ചെയ്യണം? അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ എന്തോ ചെയ്യണം? ജോലി ചെയ്യണം. ഞാനിതാ പഠിച്ച ഇത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കിതേ അറിയത്തുള്ളൂ ഞാനിതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിളിച്ചതിൻ്റെ വിളിക്ക് ഒത്തവണ്ണം നമ്മളെന്തോ ചെയ്യണം? വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട്. വിളിയെപ്പറ്റി പറയുമ്പം അങ്ങനെ ഒരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. മതി. അപ്പൊ ഇവിടെ പറയുന്നു, എങ്ങനെയുള്ളൊരു വിളിയുണ്ട്? നിമിത്തം വിളിക്കപ്പെട്ട വിളിക്കനുസരണമായിട്ട്. അപ്പൊ ഈ വിളിക്കകത്ത് എന്തോ ഉണ്ട്? ഇതെല്ലാം വരണം. ഏതെല്ലാം വരണം? നമ്മളൊരു കമ്പനി ചെന്നാൽ അവരുടെ റൂളും റെഗുലേഷൻസും റിക്വയർമെൻറ്റും അനുസരിച്ച് എങ്ങനെ ജോലി ചെയ്യണോ, എങ്ങനെ പ്രവർത്തിക്കണോ, അതുപോലെ എന്തോ വേണം? ഈ വിളിക്കകത്തും നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഘടകങ്ങൾ ഉണ്ട്. അത് നമുക്കിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്താണെന്നൊക്കെയുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്? വിളിച്ച വിളിക്ക് അനുയോജ്യമായിട്ട് എന്തൊക്കെ വേണം ഒന്ന് പറഞ്ഞേ. പൂർണ്ണ എന്തൊക്കെയാണ് അവിടെ വിനയത്തോടും
പൂർണ്ണ വിനയം, വിളിച്ച് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സൗമ്യതയോടും വിനയം, ആ പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. കണ്ടോ? അപ്പൊ ഇത്രയും കാര്യം. ഇത് ആദ്യത്തെ 3 ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയും ഒക്കെ പറ്റും. പക്ഷേ ആദ്യത്തെ ഒരു 3 എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുക്കെ ഫാസ്റ്ററെ നിങ്ങൾ കൊള്ളാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ താഴ്മ എന്നുള്ളതൊക്കെ പതുക്കെ അടുത്ത സ്റ്റേജിലോട്ട് നമ്മളൊന്ന് പോകും, അടുത്ത ലെവലിലേക്ക് നമ്മളൊക്കെ ഒന്ന് പോകും. പൂർണ്ണ വിനയം എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ നിങ്ങൾ അങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ വിനയമൊക്കെ കാണാം. അപ്പം നമ്മളെ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം പൂർണ്ണമായിട്ട് വിനയപ്പെട്ടു. ദൈവ വിളിക്ക് പൂർണ്ണമായിട്ട് വിനയപ്പെട്ടു. അപ്പം നമ്മളെ സംബന്ധിച്ചോ, നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്, ഇപ്പം ഒരു സഭയിലൊക്കെ ആണെങ്കിൽ അവിടെ എത്ര വിശ്വാസികളുണ്ട്, അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന സ്ഥലം എങ്ങനെ, അവിടെ ചെന്നാൽ നമ്മൾ പച്ച പിടിക്കുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൂർണ്ണ വിനയം, പൂർണ്ണ താഴ്മ, പൂർണ്ണ അനുസരണം എന്നൊക്കെ പറയുന്നൊക്കെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു വിളിയുണ്ട്, ഒരു വിളി. ആ വിളിക്ക് അനുയോജ്യരായിട്ട് നടന്നാൽ ദൈവം നമ്മളെ എന്തു ചെയ്യും? അനുഗ്രഹിക്കും. ആ വിളിക്കുണ്ടാകുന്ന ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ആ വിളിക്കപ്പെട്ടവർ ചെയ്യേണ്ടുന്ന കാര്യം, ഞാൻ അത് അങ്ങനെ പറഞ്ഞു വിടുകയാണ്. രണ്ടാമത് വിളിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, അതിന് സ്വർഗീയ വിളി എന്ന് വേണേൽ നമുക്ക് പറയാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. ഇവിടെ പറയുന്നു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവർ. അതായത് നമ്മളെ പറ്റിയാണ് പറയുന്നത്. നമ്മളെ വിളിച്ച വിളിക്ക് പറയുന്ന മറ്റൊരു പേരാണ് സ്വർഗീയ വിളി. കാര്യം ഇത് ചെന്നെത്തുന്ന എവിടെ? സ്വർഗത്തിലാണ്. ആ വെള്ള സിംഹാസനത്തിൻ്റെ അടുത്താണ് ഇത് ചെന്നെത്തുന്നത്. അപ്പൊ ഇതിനെ വിളിക്കാൻ പറ്റുന്നൊരു പേരാണ് സ്വർഗീയ വിളി. അപ്പൊ ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവര് നിങ്ങളുടെ സെൻട്രൽ പാസ്റ്ററെ നോക്കി, അല്ലെങ്കിൽ ലോക്കൽ പാസ്റ്റർ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പിന്നെ ആരെ നോക്കിയാ യാത്ര ചെയ്യേണ്ടതെന്ന്? യേശുക്രിസ്തുവിനെ, കർത്താവായ യേശുക്രിസ്തുവിനെ മാതൃകയാക്കി. കാര്യം ഇന്ന് പറയുന്ന കാര്യം മനുഷ്യനായ നാളെ എന്തോ ചെയ്യും? മാറ്റി പറയും. പക്ഷെ കർത്താവ് അങ്ങനല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്കുകളിലൊന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: താൻ ഈ ഭൂമിയിലേക്ക് പോകാനുള്ള സമയം അടുത്തു എന്നറിഞ്ഞിട്ട്, അത് 13-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യമാണ്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കണ്ടോ സ്നേഹത്തിൻ്റെ ഇത്? കണ്ടോ? നമ്മളൊക്കെ ആണെങ്കിൽ ഇന്ന് 2 പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ നമ്മൾ പറയോ, അവരിപ്പം നമ്മളെ വിളിക്കുന്നൊന്നുമില്ല, നമ്മൾ ഇനി അങ്ങോട്ട് വിളിക്കാനൊന്നും പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പറയാണ്, താൻ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ അവസാനം വരെ. കൂടെ നടക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഒന്ന്, പണസഞ്ചിയിൽ നിന്ന് കാശടിച്ചു മാറ്റുന്ന യൂദ. ദൈവവചനം തന്നെ പറയുന്നുണ്ട് അവൻ കള്ളനാന്ന്. അപ്പൊ കർത്താവിന് അറിയാതിരിക്കൂ? കടലിന്റെ അടിത്തട്ടിൽ കൂടെ ഓടുന്ന മീനിന്റെ വയറ്റിൽ
ചതുർധർമ്മപ്പണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കർത്താവിന് അറിയാമെങ്കിൽ കൂടെ നടക്കുന്നോ കക്കുന്നുണ്ടെന്ന് അറിയാതിരിക്കൂ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനൊരു മനുഷ്യൻ ജനിക്കാതിരുന്നേ നല്ലതായിരുന്നു. ആര്? യൂദായുടെ കാര്യമാണ് പറഞ്ഞേ. കാര്യം തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാവുന്ന മനുഷ്യൻ. ദൈവജനം പറയാണ് അവനെ സ്നേഹിച്ചു എന്ന്. പിന്നുള്ളത് പത്രോസ്, കർത്താവിനെ തള്ളി പറഞ്ഞ് ഓടുമെന്നറിയാം. പിന്നുള്ളത് തോമസ്, സംശയം. അങ്ങനെ പലതരത്തിലുള്ളവർ. പക്ഷെ കർത്താവ് പറയാണ്, ദൈവജനം പറയാണ് സ്നേഹിച്ചു. സ്നേഹിച്ചു. അപ്പൊ ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോണം. ഇന്നലകളിൽ നമ്മളെ ആരും സഹായിക്കാതിരുന്നതിനായിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം സ്തോത്രം നാളുകളിലും ആരും സഹായിക്കാത്തതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം. കാര്യം കർത്താവിനെ ഒരുപാട് പേര് തള്ളിക്കളഞ്ഞതാ. കർത്താവിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നേ. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. അപവാദം, അടി, ഇടി, തുപ്പ്, നിന്ന കഷ്ടതയിൽ കൂടെ ദൈവപുത്രനായിട്ട് പോലും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഈ അബ്രഹാമിന്റെ വിളി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഉള്ളതാണ്. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണെന്ന് ദൈവജനം പറയുന്നെങ്കിൽ ഈ വിളി ഉള്ളവർ ആലോചിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഐക്കോൺ അല്ലെങ്കിൽ നമ്മുടെ മാതൃകാ പുരുഷൻ അത് ഈ ഭൂമിയിലുള്ളത് ആരെയും നിങ്ങൾ മാതൃകയാക്കരുതേ. അവരെയൊക്കെ അനുകരിക്കാൻ നിന്നാൽ ഒന്നല്ലെങ്കിൽ വേറൊരു സമയത്ത് നമുക്ക് തിക്താനുഭവങ്ങളുണ്ടായി നമ്മൾ മടുത്തു പോവും. പക്ഷെ ഇവിടെ പറയുന്ന സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നമ്മൾ ആരെയാ മാതൃകയാക്കേണ്ടത്? കർത്താവിന്, കർത്താവായ യേശു ക്രിസ്തുവിന്. അപ്പൊ അബ്രഹാമിന്റെ കൂടെയുള്ള യാത്ര നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ ആലോചിച്ചോണം, നമ്മളെ വിളിച്ച വിളിക്കനുസരിച്ച് നമ്മൾ യാത്ര തുടങ്ങണം. രണ്ടാമത്, ഇതൊരു സ്വർഗീയ വിളിയാ. കൂടെ നാളെ നിൽക്കുന്ന ഭാര്യ പോലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അബ്രഹാമിന്റെ ലൈഫിൽ നമുക്കറിയാം എന്താ സംഭവിച്ചെന്ന്. സാറ ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തു. പിന്നെ അബ്രഹാമിനോട് കുറച്ചാളെ ഞാൻ പറയാം, നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരാണ്. കണ്ടോ? അപ്പൊ കൂടെ ആരും ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഓരോ ഉറപ്പുമില്ല. അപ്പൊ ഈ വിളിക്കകത്തോട്ട് ഇറങ്ങുമ്പോൾ ആലോചിച്ചോണം, ഇതൊരു സ്വർഗീയ വിളിയാണ്. അപ്പൊ സ്വർഗസ്ഥനായ നമ്മുടെ പുരോഹിതനായ നമുക്ക് വഴി കാണിച്ചു തന്ന ആ കർത്താവാണ് നമ്മുടെ മാതൃക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഫിലിപ്പിയർ 3:14. ഇന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ വിളിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് പരമവിളി, അല്ലെങ്കിൽ ഉന്നതമായൊരു വിളി. അപ്പൊ ഈ വിളിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? അബ്രഹാം ചെയ്തതുപോലെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്യണം. എന്താണ് ആ ഒന്ന്? പിന്നിലുള്ളത് മറക്കണം, മുൻപിലുള്ളതിന് കൊണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പുള്ളിക്കാരൻ പാസ്റ്റർ സ്നാനപ്പെടുത്തുന്ന സമയത്ത് പുള്ളി ഒരു കൈ, വലത്ത് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് പുള്ളി സ്നാനപ്പെടുന്നത്. അപ്പൊ പാസ്റ്റർ കൈ ഇങ്ങനെ താക്കാൻ നോക്കും, പിന്നെയും പുള്ളി പൊക്കും. ഏറ്റവും ലാസ്റ്റ് സഹിയിട്ട് പാസ്റ്റർ പുള്ളി അങ്ങ് മുക്കി പുള്ളിയുടെ ഈ കൈ ഇതാക്കിയില്ല. ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് പാസ്റ്റർ ചോദിച്ചു, എന്താ സഹോദരൻ നിങ്ങൾ ആ കൈ മുക്കാന്? പാസ്റ്ററെ, വരുന്ന വഴിക്ക് എന്നെ ഒരുത്തൻ തെറി വിളിച്ച്, അവനിട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ ഈ കൈ മുക്കിക്കൊള്ളാം. ഇപ്പൊ പുള്ളിയുടെ മനസ്സിലുള്ള ആ ഒന്നെന്തുവാ? പകരം വിട്ടണം. എന്ന് പറയുന്നത് പോലെ ആ ഒന്നെന്തെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവജനം നമ്മളോട് പറയുന്നു, വിട്ടേക്ക.
വിട്ടേക്ക്. അങ്ങനെ നിങ്ങൾ വിടാൻ തയ്യാറായാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതോ ഇപ്പോഴും ആ പുള്ളി പണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ നന്നാവത്തില്ലെന്ന് പറഞ്ഞല്ലേ, എൻ്റെ കുടുംബത്തെ അങ്ങനെ ചെയ്താലേ, ഞങ്ങളെ അന്ന് സഹായിക്കാനായിട്ട് അവർ സഹായിച്ചില്ലല്ലോ. പക്ഷെ പഴയതാ. അനുഗ്രഹിക്കപ്പെടുമെന്ന് വിചാരിക്കല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോത്തേ ഉള്ളൂ. എനിക്കങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞാനത് ലൈറ്റായിട്ട് അങ്ങ് വിടുക. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാമല്ലോ. ഇവിടെ പറയുന്ന ഒന്ന് ഞാൻ അറിയുന്നു. അതെന്താണെന്നറിയാമോ? പിന്നിലുള്ളത് വിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി എന്ത് ചെയ്യണം? നമ്മൾ പോണം. നമ്മൾ പോണം. നമ്മൾ പോണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 18 വാക്യം ഒന്ന് വായിക്കാവോ? മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മതി. ഇവിടെ പറയുകയാണ്, മുമ്പേ ഉള്ളവയെ നിങ്ങൾ എന്തോ ചെയ്യണ്ട. ഓർക്കേണ്ട. നമുക്കിപ്പോൾ അതേ ഓർമ്മയുള്ളൂ. ഇരുന്നാൽ കിടന്നാൽ ചിന്തിച്ചാൽ പണ്ടത്തെ കാര്യമേ ഉള്ളൂ. ദൈവജനം ഇന്ന് നമ്മളോട് പറയുകയാണ്, ഓർക്കല്ലേ, വിട്ടുപിടിക്കേ. ഇന്ന് ഈ അബ്രഹാമിന്റെ വിളിയിലോട്ടൊന്ന് ഇറങ്ങ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, പിതൃഭവനവും ചാർച്ചക്കാരെയൊക്കെ വിടാൻ പറഞ്ഞതുപോലെ ഇന്ന് ദൈവം നമ്മളോട് പറയാം, പണ്ട് നടന്നില്ലേ, ഇന്നലകളിൽ സംഭവിച്ചില്ലേ, അതൊരു വിഷമമായിട്ട് ഹൃദയത്തിലില്ലേ, അതങ്ങ് വിട. പുതിയതായി ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു ദൈവം. മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കാതിരുന്നാൽ, പണ്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ, ദൈവജനം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ഒന്ന് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇതിൻ്റെ 16 വാക്ക് ഇപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുന്നത്: സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കി, രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരമുള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഒക്കെ ഒരുക്കി തരാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ നമ്മളോട് പറയുന്നു, ഈ ഉന്നത വിളിക്ക് യോഗ്യരായുള്ളവരെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ആ പിന്നിലുള്ളതങ്ങ് വിട. എന്നിട്ട് മുമ്പിലോട്ട് ആഞ്ഞോടാൻ ശ്രമിക്കുക. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഞ്ഞോടണം എന്ന് വെച്ചാൽ ചുമ്മാതെ ഓടിയാൽ പറ്റത്തില്ല. ചുമ്മാതെ ഓടാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്നുള്ള പിടി അവിടെ ഉണ്ടെന്നേ. അതുകൊണ്ട് അത് പൊട്ടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിനോടൊന്ന് പറ, കർത്താവേ, എൻ്റെ മേളിൽ ഒരു വിളിയുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇന്ന് ഈ മെസ്സേജ് അങ്ങ് കേൾക്കാൻ ഇടയാക്കിയെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ മേളിലൊരു തെരഞ്ഞെടുപ്പുണ്ട്, എൻ്റെ മേളിലൊരു വിളിയുണ്ട്. അതെന്താണെന്ന് എന്ത് വേണം? എനിക്കറിയണം. അതിലേക്ക് ഓടിയെത്താൻ അങ്ങ് എന്നെ സഹായിക്കണം. അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? പറയുകയാണ്, പഴയതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകളെയൊക്കെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയെ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, മുമ്പേ ഉള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, പുതിയതായിട്ടൊന്നും നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുക. വിട്ടുകളാ. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നമ്മളോട് പറയുക. എന്താ പറയുന്നത്? പിതൃഭവനത്തെ, ചാർച്ചക്കാരെ ഒക്കെ വിട്. നിന്നെ ഞാൻ വിളിച്ചൊരു വിളിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. 2 തിമോത്തി 1 അധ്യായം 9 വാക്യം.
ഇവിടെ ഈ അവൻ വിളിക്ക് പറഞ്ഞിരിക്കുന്ന യെസ് അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. കണ്ടോ, ഈ വിളിയുടെ കാര്യങ്ങളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ വിളിക്ക് പറഞ്ഞിരിക്കുന്ന പേരെന്താണെന്നറിയോ? എന്താ ഈ വിളിക്ക് പറഞ്ഞിരിക്കുന്ന പേര്? വിശുദ്ധ വിളി. ഇതെങ്ങനെയാ നമുക്ക് കിട്ടിയെന്ന് അവിടെ പറയും. നമ്മുടെ കരുണ കൊണ്ടൊന്നുമല്ല, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ, അവന്റെ കൃപയാൽ നമ്മളെ എന്തോ ചെയ്തു? ഈ വിശുദ്ധ വിളിയിലേക്ക്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ദൈവം വിളിച്ചു ആക്കി. അങ്ങനെയെങ്കിൽ ഈ വിളിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന വേറാണ് വിശുദ്ധ വിളി. വിശുദ്ധ വിളി. ഇനിയും കുറച്ച് കാര്യങ്ങളോടൊക്കെ എനിക്ക് ഈ വിളിയെപ്പറ്റി പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ അബ്രഹാമിന്റെ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ വിളി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അതിൽ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ അബ്രഹാമിന്റെ കാര്യത്തിലേക്ക് വരും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വിളി അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് അറിയണം എന്ന് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അത് വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇവിടെ പറയുന്നു, നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്, നമ്മളെ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മളെന്തോ ചെയ്യണം? ഉറപ്പാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു കമ്പനി ചെല്ലുമ്പോൾ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ഓഫീസ് ബോയ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ മാനേജറുടെ ചെയറെ കയറി എന്തോ ചെയ്യാൻ പാടില്ല? ഇരിക്കാൻ പാടില്ല. മാനേജറായിട്ടാണ് അപ്പോയിൻമെന്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ എന്തോ ചെയ്യരുത്? തൂക്കാൻ എന്തോ ചെയ്യരുത്? ഓഫീസ് വേലിയുടെ ജോലി ചെയ്യാൻ പോകരുത്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഒരു വിളിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിലുള്ളൊരു കുഴപ്പം എന്താണെന്നറിയോ? അറിഞ്ഞില്ലെങ്കിലുള്ളൊരു കുഴപ്പം, അത് ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചളയും. നേരത്തെ പറഞ്ഞ വിളിയൊക്കെ ഒന്നുമില്ലാതാക്കി കളയും. ഏതാ? സ്വർഗീയ വിളിയും ഉന്നത വിളിയും വിശുദ്ധ വിളിയൊക്കെ നിഷ്ഫലമാക്കി കളയും. അതെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ. അതെന്താണെന്ന് അറിയണമെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും കൊടുക്കുന്ന അടുത്ത വാക്യത്തില. 1 പത്രോസിന്റെ ലേഖനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെ ചെയ്താൽ? വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ. അതെ, ഇങ്ങനെ ചെയ്താൽ. വിളി എന്താണെന്നും തിരഞ്ഞെടുപ്പ് എന്താണെന്നും നമ്മൾ ഉറപ്പാക്കിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറയുന്നത്? സ്വർഗരാജ്യത്തിലേക്ക് എന്തോ ചെയ്യും? പ്രവേശനം ധാരാളമായി. ഒരു വാം വെൽക്കം. വരിക എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? ആനയിച്ച് സ്വർഗരാജ്യത്തിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിൽ നമുക്കായിട്ട് എന്തോ ചെയ്യും? തുറന്നിട്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പേടിപ്പിക്കുന്നതാണ് ഈ വിളി എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തള്ളിക്കളയരുത്. അത് അത്ര ഈസി അല്ല. ഞാനിന്ന് ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ഹൃദയത്തെ കുറിച്ചിടണം. ഒന്നുമില്ലെങ്കിൽ ഈ വാക്യമെങ്കിലും, അവസാനം പറഞ്ഞ വാക്യം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണെന്ന്, വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് എന്നെ അറിയിക്കണം. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? ഒന്ന് ഇടറിപ്പോവും. എന്താ ഇടറിപ്പോവാന്ന് പറഞ്ഞാൽ, കാര്യം പൗലോസിനെ പറ്റി, പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോകാൻ പോവാ.
അപ്പോഴത്തേക്കിന് ഒരു പ്രവാചകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോൾ എടുത്ത് കൈ കെട്ടിയിട്ട് പറഞ്ഞു, പൗലോസിനെ എന്തു ചെയ്യും, ഇതുപോലെ കൈ കെട്ടി അഴിച്ച് ഇടിച്ച് അവശനാക്കും എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയാ, അറിയാന്നേ, എന്തോ അറിയാന്ന്, ഇതൊക്കെ എൻ്റെ വിളിയിലുള്ളതാണെന്ന് എനിക്ക് അറിയാന്നേ. അടിയല്ല, ഇടിയല്ല, ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. കണ്ടോ? നമ്മുടെ അടുക്കലാണെങ്കിലോ അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് പോയി ട്രാക്ട് കൊടുക്കല്ലേ, അവിടെ തെറി വിളിക്കുന്ന ഒരുത്തനുണ്ടെന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ അല്ല, പിന്നെ ആ ഡിസ്ട്രിക്റ്റിലെ നമ്മൾ പോകത്തില്ല. കണ്ടോ? അപ്പൊ വിളിയുടെ ഇത് കണ്ടോ, ഇടറിപ്പോകത്തില്ല. വ്യത്യാസം കണ്ടോ? നമ്മളെ ആരെങ്കിലും ഒന്ന് തുറിച്ചു നോക്കിയാൽ മതി, ആ ഏരിയ വേണ്ട ബ്രദറെ, നമുക്ക് വേറെ ഏരിയ പിടിക്കാന്ന് പറയും. കണ്ടോ? ഒന്ന് ഇടറിപ്പോകത്തില്ല. കാര്യം നമ്മളെന്താ ചെയ്യേണ്ടതെന്നും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. പിന്നെ നിത്യരാജ്യത്തിലേക്ക് ധാരാളമായൊരു പ്രവേശനം ലഭിക്കും. എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറന്നിരിക്കും. കാര്യം ഇതിൻ്റെ ഈ വിളിയുടെ പേരുകൾ ഞാൻ പറഞ്ഞു, ഇത് സ്വർഗീയ വിളിയാണ്. ഇത് അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. ഇത് ഉന്നതമായുള്ളൊരു വിളിയാണ്. ഇത് ഉന്നതത്തിൽ അവസാനിക്കേണ്ടതാണ്. ഇത് വിശുദ്ധ വിളിയാണ്. ഈ വിശുദ്ധനായ കർത്താവിൻ്റെ അടുത്താണ് ഇത് എത്തുന്നത്. ഇത് നിത്യമഹത്വത്തിലേക്കുള്ളൊരു വിളിയാണ്. ഇനി കുറേ റെഫറൻസുകളൊക്കെ ഉണ്ട്, ഞാനതൊക്കെ അങ്ങ് ഇത് വായിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു വിളിയിലേക്കാണ് ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനിയും കുറച്ച് നമ്മൾ അബ്രഹാം പിതാവിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകാം. അപ്പം നമ്മുടെ വിളിയെപ്പറ്റി നമ്മളൊന്ന് ഉറപ്പാക്കണം. അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെ ഒക്കെ വിട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിടാനുണ്ടെങ്കിൽ നമുക്കും വിടാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളുണ്ട്, ഞാൻ എന്നത് വിടുക, അതിനുവേണ്ടി എന്നെ ഒന്നങ്ങ് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. എന്നിട്ട് പറയാണ്, സ്വർഗീയ രാജ്യത്തിൽ പ്രവേശനം ലഭിക്കും. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മളെയൊക്കെ ദൈവം വിളിച്ചു. ഈ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ, we are not confirmed about our call and selection or election, then what will happen to us? നമ്മളെക്കുറിച്ചുള്ള വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ പഠിച്ച വാക്യത്തിന്റെ ഇത് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും. ഉറപ്പായിട്ടും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒന്ന് ആലോചിക്കുക, അതായത് നമ്മൾ മരിച്ചു, അല്ലെങ്കിൽ ഇന്ന് കർത്താവ് യേശുക്രിസ്തു ഇന്ന് രാത്രി വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ട് എന്തോ ചെയ്തു, അത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ്. മരിക്കുന്ന കാര്യമൊന്നും പറയില്ലേന്ന്. പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷേ മരിക്കാതെ സ്വർഗത്തിൽ പോകാനും പറ്റത്തില്ല. അതാണ് വേറൊരു രസം. അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു വരണം. ഓക്കെ, കർത്താവ് വന്നു, നമ്മളെല്ലാം നേരെ സ്വർഗത്തിൻ്റെ അവിടെ ചെന്നു. അവിടെ നിൽക്കുമ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ദൂതൻ ചോദിക്കുക, ഹലോ കൂട്ടുകാരാ എന്ന് ചോദിച്ചിട്ട്, അല്ല എന്താ ഇങ്ങോട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? നിന്നെ ഈ സ്വർഗത്തിൽ ഞാൻ എന്തിനാ കയറ്റി വിടണ്ടെന്ന് ചോദിച്ചാൽ എന്തോ പറയും, എന്തോ പറയാനുണ്ട്. അപ്പം നമ്മൾ പറയും, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചതാണ്. ആണെന്നേ, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നവരാണ്. പറഞ്ഞ വേണ്ടി എല്ലാം പറഞ്ഞു. അവിടെ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു. ആരാന്നറിയാവോ? നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ഞങ്ങൾ തെരുവിൽ നിന്ന് സുവിശേഷം അറിയിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അവര് പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തോ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തോ ചെയ്തു,
പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തോ ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി. അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ എന്തോ ചെയ്യത്തില്ല. ഞാൻ ഒരു നാളും അറിയുന്നില്ല. അയ്യോ, ഇല്ല എന്ന്. അപ്പൊ ഇവരൊക്കെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. ഇവരൊക്കെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. പിന്നെ ഇവർക്ക് എന്താ പറ്റിയത്? അവരുടെ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി അവർ ചെയ്തു. നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്നിട്ട് അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞേ. അവരുടെ പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും അവർ ചെയ്തതാണ്. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ സ്വയം പ്രശംസ. ഞാനെന്നുള്ള വ്യക്തിഭാവം കാണിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യം കേട്ടോ. ഒന്നെടുക്കാൻ നമുക്ക് അതുകൂടെ ഒന്ന് വായിച്ചേക്കാം. മത്തായി 7:23. സോറി, 21 തൊട്ട് വായിക്കാം. 21 തൊട്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീണു പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മതി 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 മതി. ഇപ്പൊ കണ്ടോ, പ്രവചിച്ചവർ, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തവർ ഇപ്പൊ എവിടാ? എൻട്രി ഇല്ലെന്നേ, സ്വർഗത്തിൽ കയറാൻ പറ്റിയില്ലെന്നേ. ആ ധാരാളമായ വിളിക്ക് അവര് അർഹരായില്ലെന്നേ. ഇവർക്കൊക്കെ വിളി ഉണ്ടായിരുന്നു എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തോ ചെയ്തു? അധർമ്മം ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോയി. ഏതാ വിളിയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ആലോചിച്ച്, അയ്യോ മോൻ സെറ്റിലായിട്ടില്ല, ശരി എങ്കിൽ അവനെ ഒന്ന് സെറ്റിലാക്കിയേക്കാം. ഇനി അബ്രാമിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ സ്വർഗീയ വിളി, ഉന്നതമായ വിളി, വിശുദ്ധ വിളി, ഈ നിത്യ വിളിയൊക്കെ ലഭിച്ച ഈ അബ്രഹാമിന്റെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരുപാടുണ്ട്. ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ പറ്റി പഠിക്കാം. എന്നെ കേൾക്കുന്നവരെ, നമുക്കിതെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് ചോദിച്ചു തുടങ്ങാം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന എന്നെ ദൈവം സൗത്ത് ആഫ്രിക്കയിൽ അയച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഇതേ ഉള്ളൂ, ദൈവമേ എന്നെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലൂടെ തന്നെ അത് നിർവഹിക്കണം. ദൈവത്തിന് എന്നെപ്പോലെ 100 പേരെ 1000 പേരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നേ. പക്ഷെ എന്നെ വിളിച്ചനുസരിച്ച് ഞാൻ ജീവിച്ചില്ല, അത് എനിക്കാ നഷ്ടം. അതെൻ്റെ തലമുറകൾക്കാ നഷ്ടം, മറ്റാർക്കും അല്ല. അതെനിക്കും എൻ്റെ തലമുറകൾക്കും. എന്നെ ദൈവം വിളിച്ച വിളിക്ക് അനുസരണക്കേടായിട്ട് ഞാനങ്ങ് ജീവിച്ചു പോകും. ഒരുപക്ഷെ ചില പ്രശസ്തി കിട്ടുമായിരിക്കും, പണം കിട്ടുമായിരിക്കും. കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല. ഈ അറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ പറ്റി കർത്താവ് പറയുന്നൊരു കണ്ടോ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പൊ ഇവർ അധർമ്മം പ്രവർത്തിച്ചെന്ന് കർത്താവിന് എങ്ങനെ അറിയാം? കർത്താവിനറിയാം ഇവന്മാർ അധർമ്മം പ്രവർത്തിച്ചു. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ വിളിച്ച വിളി പോലെ നിന്നെ ഒന്നും എനിക്ക് എന്തോ അറിയത്തില്ല. കാര്യം ഞാൻ നിങ്ങളെ വിളിച്ചത് മാനേരായിട്ടിരിക്കാനാ. പക്ഷെ നിങ്ങളിപ്പം മാനേരായിട്ടല്ല ഇരിക്കുന്നത്. ആ രീതിയിൽ എനിക്ക് നിങ്ങളെ എന്തോ അറിയത്തില്ല. എങ്ങനെയെങ്കിൽ ഇന്ന്
ദൈവജനം നമ്മളോട് സംസാരിക്കുന്നു. നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്. നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയ, ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ കണ്ട, നമ്മളെ തിരഞ്ഞെടുത്ത ആ ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുകയാണ്, മകനെ മകളെ, ഞാൻ നിന്നെ വിളിച്ചത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി. ഡൽഹിയിൽ അയച്ചത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അയച്ചത്, ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അയച്ചത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. കർത്താവിനോട് ഒരു കർത്താവെ, അത് എന്നിലൂടെ നിറവേറ്റണം, എന്നിലൂടെ, എൻ്റെ തലമുറകളിലൂടെ അത് നിറവേറ്റണം. അതെന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ തളർന്നു പോത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോത്തില്ല. അതെന്താണെന്ന് അറിയാത്തിടത്തോളം കാലം നമ്മൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കിന്നും പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. എന്നിട്ട് ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ, ഒരു വിളിയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ടിട്ട് പോകാൻ പറഞ്ഞതുപോലെ, കർത്താവെ, ഞാൻ എന്താ വിടേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, ഒന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനോട് സംസാരിക്കണമേ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങനോട് ഇടപെടണമേ. ഓ ഉടവാരകന പൗടാരികനെ ഉടവൽ കനകാരികന ഹസ്തുര പൗടക രാജകര ഉടകര അംദനരകനകര അതുനകരസ്തെ. കർത്താവെ, ഞങ്ങളുടെ വിളിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇതൊരു സ്വർഗീയ വിളിയാണ്, ഇതൊരു വിശുദ്ധ വിളിയാണ്, ഇതൊരു ഉന്നതമായ വിളിയാണ്. ആ വിളി ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതെങ്ങനാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ എന്തോ ചെയ്യണമെന്നും അറിയത്തില്ല. അങ്ങാണ് ഉടയവൻ, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ ഈ രാത്രികാലം കടന്നു വരികയാണ്. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ വഴി ഞങ്ങളെ അറിയിക്കണമേ. അങ്ങയ്ക്ക് തിരുമനസ്സുണ്ടെങ്കിൽ കർത്താവെ, അങ്ങയെ കൂടുതൽ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ വഴി ഞങ്ങളെ അറിയിക്കണമേ, അങ്ങയുടെ വഴി ഞങ്ങളെ അറിയിക്കണമേ. അങ്ങ് ഞങ്ങളെക്കുറിച്ചുള്ള ആ വിളി അനുസരിച്ച് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇതാണോ അതാണോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലപ്പ. എന്തിനാണ് ദൈവം ഞങ്ങളെ വിളിച്ചതെന്നുള്ള ആ വിളിക്കനുസരിച്ച് ജീവിപ്പാൻ അങ്ങടിയനെയും കർത്താവെയും വചനം കേട്ട ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഈ ദൈവത്തിന്റെ വചനം, ഇന്ന് രാത്രി കേട്ട വചനം കർത്താവെ ഞങ്ങളോട് ഇടപെടുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, കർത്താവെ, സ്വർഗരാജ്യത്തിൽ ധാരാളമായ ഒരു പ്രവേശനം ലഭിക്കത്തക്കവണ്ണം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുന്നു. ഈ വിളിച്ച വിളിക്ക് അനുയോജ്യരായി ജീവിപ്പാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകണം. ഹല്ലേലൂയ. കർത്താവേ, ഇതിൽ ഞങ്ങളുടെ കാര്യങ്ങളൂടെ മിക്സ് ചെയ്യുന്നവരായിട്ടല്ല, കൂട്ടിക്കലർത്തി ഓടുന്നവരായിട്ടല്ല, പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. വിളിച്ച വിളിക്കനുസരിച്ച് ജീവിപ്പാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരമായി തീരുവാൻ, മേക്ക് us the way what you want us to be, Lord. അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. യെസ് 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 അതിനായിട്ട് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുക. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഇടപെടും, സംസാരിക്കും. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കാതുകൾ കേൾക്കുവാനിടയാകും. വഴി ഇതാകുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ, അങ്ങയുടെ ഹിതം അനുസരിച്ച് ജീവിപ്പാൻ, അങ്ങയുടെ ഹിതം മാത്രം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇടറിപ്പോകാതെ സ്വർഗരാജ്യത്തിൽ ധാരാളമായുള്ള പ്രവേശനം ലഭിക്കുവാൻ ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെയും ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.